ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ രാവിലെ എന്താ പരിപാടി എന്ന് മനസ്സിലായല്ലോ. ഡ്രസ്സൊക്കെ പറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ പുറത്തേക്ക് പോവാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ ഊബർ പരിപാടി വന്നതിന് ശേഷമാണ് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ ഇന്ന് കുട്ടികളെല്ലാം സ്കൂളിൽ പോയി, ബേബീസും എല്ലാവരും പോയിരിക്കുക. പിന്നെ അപ്പോൾ എനിക്ക് പുറത്ത് പോവാം. കീ ഉണ്ട് വീടിൻ്റെ. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടില്ല, പറഞ്ഞാൽ ഉടനെ വരുമല്ലോ. ഓക്കെ, എങ്ങോട്ട് പോകുന്നു എന്നല്ലേ ഇന്നത്തെ ക്ലൈമറ്റ് പറയട്ടെ. ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഭയങ്കര സണ്ണി ഡേ അല്ല. ഇന്നൊരു മൂടി കെട്ടി കിടക്കുന്നൊരു ദിവസമാണ്. ഒരു മഴ കോള് പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നല്ലൊരു ഇതാണ്. പക്ഷേ ടെമ്പറേച്ചർ 22 എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, നോക്കാം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാം. എങ്ങോട്ട് പോകുന്നു എന്നല്ലേ. അപ്പോൾ ഇവിടെയല്ല, ഇപ്പോൾ UK ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും US ആണെങ്കിലും ഈ സ്ട്രോബെറീസ്, റാസ്ബെറീസ്, ബ്ലൂബെറീസ് ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവണ സമയത്ത് ഫ്രൂട്ട് പിക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഒരു ഫാം വിസിറ്റാണ്. നമുക്കവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാം. ചില സ്ഥലത്ത് നമ്മളവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ മതി. ചെറിയ ടിക്കറ്റ്, ചെറിയ പൈസയില്ല. അവിടെ പോയി നമുക്ക് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരികയും ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത്. അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും നോക്കാം അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ അടുത്തെന്ന് പറയാൻ പറ്റില്ല, ബോറിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്താണ് എങ്കിലും ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടാകണം. അവിടെ പോയിട്ട് ഒരു ഫാമാണ്. അവിടെ പോയിട്ട് സ്ട്രോബെറി ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പം ഏത് ഫ്രൂട്ടാണോ ഉള്ളത് ആ ഫ്രൂട്ട് പിക്ക് ചെയ്യുന്ന പരിപാടിയാണ്. പോയാലോ? അങ്ങോട്ട് പോകാം അല്ലേ. അപ്പോൾ എന്തായാലും രാവിലെ തിരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കണുള്ളൂ. ഇവിടെ ഒരു 2:30 മണിയാകുമ്പോൾ ലഞ്ചായാൽ മതി, കുഴപ്പമില്ല. 2-3 മണിയായാലും കുഴപ്പമില്ല. ഓക്കെ, വെളിയിലത്തെ വെതർ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ. ഇന്നത്തെ അറ്റ്മോസ്ഫിയർ ഇതാണ്. ഉണ്ടോ? സ്കൈ ഒന്നും അങ്ങനെ തെളിഞ്ഞല്ല നിൽക്കുന്നത്. ഒരു ഗ്രേ കളറിലെ സ്കൈ ആണ്. ഞാനിപ്പോൾ ഫ്രണ്ടിലത്തെ റൂമിൽ വന്നിരിക്കുവാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്രണ്ട് റൂം. പുറത്തേക്കുള്ള വ്യൂ കാണാം നല്ലതായിട്ട്. ഓക്കെ, ഞാൻ വെളിയിൽ ഇറങ്ങി, വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. 1 മിനിറ്റിൽ കാർ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സിൽവർ ടൊയോട്ട. ഓക്കെ, ഡ്രൈവറിൻ്റെ പേര് മൻമിത്ത്. എനി ടൈം വരാം. ഇന്നത്തെ ക്ലൈമറ്റ് നോക്കി എന്ത് രസമല്ലേ. ഓക്കെ, രാവിലെ പട്ടിക്കുട്ടികളെ വാക്കിന് കൊണ്ടുപോവാണ്. യെസ് ദാറ്റ്സ് ഗുഡ്. ഇന്നത്തെ വേഷം ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാൻ പറ്റാമെന്ന് നോക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഡ്രസ്സ്. ഓക്കെ, ഇത് കാണാൻ പറ്റുമോയെന്നറിയില്ല. ഇപ്പം ഇങ്ങനത്തെ ഡ്രസ്സസ്സാണ് ഇവിടെ എല്ലാവരും ഇപ്പോൾ ഇടുന്നത്, സമ്മർ ടൈം. ഓക്കെ, കാറെത്തി. കെനിയൻ ഹോൾ ഫാം. ഇത് വേറെ ഒരു ക്യാൻറ്റീൻ പോലെയുണ്ട്, റെസ്റ്റോറൻറ്റ്, കഫേ. ഓക്കെ, ഇതാണ് ഒരു പരിപാടി, ഓട്ടോമാറ്റിക് ടൂർ. നൈസ്. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കഫേ ആണ്. ഓക്കെ, അത് നമുക്ക് രണ്ടാമത് പോകാം. നൗ ഗോയിങ് ഔട്ട്. അയ്യോ, ഇത് ശരിക്കും നമ്മളൊരു കൺട്രി സൈഡിൽ വന്ന പോലെ തന്നെ ഉണ്ട്. ഓക്കെ, സോ നൈസ്. വളരെ കുറച്ച് ഒരു 20 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ ഇവിടെ എത്താനായിട്ട്. 15 പൗണ്ടോളം, 14.90 അങ്ങനെ എന്തൊരു പൗണ്ട്. ഇവിടെ എഴുതി. കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കുട്ടികളെ പോലെ പോകാൻ ഫ്രൂട്ട് പിക്കിങ് ഗ്രൂപ്പായിട്ടേ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നു. ഫ്രൂട്ട് പിക്കിങ് അവർക്കിതൊരു സ്റ്റഡി ടൂർ പോലെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പോയി നമ്മളൊരു ഏരിയയിൽ എത്തണം. അവിടെ ചെന്നിട്ടാണ് ഇവിടെ ഹേർബ്സ് ഒക്കെ ഉണ്ട്, ഹേർബ് ഗാർഡൻ. കൊള്ളാലോ. കഫേന്ന് ആൾക്കാർ പുറത്തിരുന്ന് കഴിക്കുന്നവർ. ഫ്രൂട്ട് പിക്കിംഗ് ആൻഡ് പ്ലാന്റ് സെൻറ്റർ എൻട്രൻസ് ഈ സൈഡിലാണ്. ഓക്കെ, ചിലപ്പോൾ ചെറിയൊരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇതിനകത്തേക്കാണ് ഫ്രൂട്ട് പിക്കിംഗ് എന്ന് തോന്നുന്നത്. ചോദിച്ചിട്ട് വരാം അല്ലേ. ഓക്കെ, എനിവേ ഇതിനകത്ത് പോവാം. ദിസ് വേ എന്നാണ് കാണിക്കുന്നത്. സോ മെനി ഫ്ലവേഴ്സ്. ഇതാണ് സ്വീറ്റ് പീ.
എന്ന് പറയുന്ന ഫ്ലവർ. ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുക കേട്ടോ, പോട്ടോട് കൂടി. ഫ്രൂട്ട് പിക്കിംഗ് സ്ട്രേറ്റ് ത്രൂ ദിസ്. ഓക്കെ, പോളി. ഓക്കെ, പല ടൈപ്പ് ഓഫ് ചെടികൾ, കാക്ടസുകൾ, ഇതെല്ലാം ഫോർ സെയിലാണ്. ഹെർബ് പോട്ട്സ്. ബേസിൽ ലീവ്സ്, സ്വീറ്റ് ബേസിൽ. വേണമെങ്കിൽ വാങ്ങിയാൽ വീട്ടിൽ കൊണ്ട് വയ്ക്കാം, അവിടെ പോട്ടിലിരുന്ന് വളർന്നോളും. ഇതുവഴി നടന്ന് പോവാം. ഇത് ഓക്കെ, ബാസ്ക്കറ്റ് പ്ലാന്റ്സ് 2.29 പൗണ്ട്സാണ് ഈച്ച് ചട്ടിക്ക് നമ്മൾ ഓരോ ഇതിനും കൊടുക്കേണ്ടത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ്. സോ ബ്യൂട്ടിഫുൾ. ഇതെല്ലാം വാങ്ങാൻ കിട്ടും, പോട്ട്സിലൊക്കെ കൊണ്ട് വയ്ക്കുന്ന ആർട്ടിഫിഷ്യൽ മെറ്റലാട്ടോ. 3.99 പൗണ്ട്സ്. ഇതെല്ലാം ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന, ഗാർഡനിൽ വയ്ക്കേണ്ട കാര്യങ്ങളാണെല്ലാം. ഫ്ലവേഴ്സ് ഫോർ ബേർഡ്സ് ഒക്കെ കിട്ടും. എല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ വേണമെങ്കിൽ. അഗൈൻ ദിസ് ഇസ് റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഓഹോ, സോ ബ്യൂട്ടിഫുൾ അല്ലേ. ഓക്കെ, ഇതിനകത്ത് കൂടി വാട്ട് ക്യാൻ ഐ പിക്ക് ടുഡേ. ഇന്നിവിടെയുള്ള സാധനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടേബറീസ് ഉണ്ട്. ടേബറീസ് എന്ന് പറഞ്ഞാൽ റാസ്ബെറിയെക്കാട്ടിലും അതുപോലെയൊക്കെ ഇരിക്കും, പക്ഷേ അതുപോലെ പുളി ഉണ്ടാവില്ല, നല്ല കുറച്ചുകൂടെ സ്വീറ്ററാണെന്നാണ് പറയുന്നത്. റാസ്ബെറീസ്, സ്ട്രോബെറീസ് വളരെ കുറച്ചേ ഉള്ളൂ, സ്മോളേ ഉള്ളൂ. ബ്ലാക്ക് കറൻസ് ഉണ്ട്, ചക്കിൾ ബെറീസ് ഉണ്ട്, ടേബറീസ് ഉണ്ട്. 2.50 ആണ് പൗണ്ട്സാണ് ഒരാൾക്ക് ഇവിടെ പേ ചെയ്യേണ്ടത്. ഓക്കെ, പേ ചെയ്തിട്ട് അകത്തേക്ക് പോകാം. And if you do want to get any extra, you're welcome to help yourself to one of these, okay, or one of the bigger ones. Okay. And on the way out, you'll just pay by weight. Okay. And I'll be here anyway, so don't worry. So there's your punnet. Yeah, thank you. So I'll take one of that also, no? Yeah, extra. Or you can take a bigger one. It's your choice. What's that red flag? Red flag? Yeah, turn left. You'll go through a little hedge, like a little opening. Okay. That's where the strawberries are. കാര്യം മനസ്സിലായല്ലോ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു വലിയ ഫീൽഡ് കേട്ടോ, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞനുസരിച്ചിട്ടാണ് ഇങ്ങനെ പോയാൽ ഇതിപ്പോൾ നമുക്ക് 2.50 2.5 പൗണ്ട് കൊടുത്തതിന് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ചെറിയ ബോക്സാണ്. ദിസ് ഇസ് ഓക്കെ. ഇതിനകത്തുള്ളത് നമുക്ക് ഫ്രീ ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് 1 കിലോ വരെ തൂക്കം കിട്ടുന്ന ബോക്സ് എടുത്തു തന്നു. അതുകൊണ്ട് 1 kg വലിയ ബോക്സ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 1/2 kg എടുത്തോളൂ എക്സ്ട്രാ. എന്നിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1 കിലോയുടെ എടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ പോയിട്ട് വെയിറ്റ് നോക്കിയിട്ട് അവരതിൻ്റെ എക്സ്ട്രാ പൈസ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്ന് അങ്ങനെ പോയാൽ ഒരു പിങ്ക് കളറിലെ ഫ്ലാഗ് പോലെ കാണുന്നു. ആ ഭാഗത്താണ് സ്ട്രോബെറീസ്, റാസ്ബെറീസ് ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാ സൈഡിലും പോവാം. ബോർഡുണ്ട്, സൈൻ ബോർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഇത് നല്ല ക്ലൈമറ്റായിരുന്നു, സുഖം പരിപാടി. ഓക്കെ, എല്ലായിടത്തും സ്ട്രോബെറീസിൻ്റെ പിക്ചറാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ സ്ട്രോബെറീസിൻ്റെ കുറച്ച് സീസൺ കഴിഞ്ഞു, എല്ലാവരും പിക്ക് ചെയ്തുകൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞേ, ചെറിയ സ്ട്രോബെറീസും കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. റാസ്ബെറി, ആ ഭാഗത്താണ് റാസ്ബെറീസ്, അവിടെ ബോർഡ് കാണാം. ഓക്കെ, ഇനി അങ്ങോട്ട് നടക്കാം. ഇത് കഴിഞ്ഞിട്ട് ആദ്യം ഈ ചുമന്ന ഫ്ലാഗിൻ്റെ ഭാഗത്തേക്ക് പോവാം. വെയിലുണ്ട്, കണ്ണാടി വയ്ക്കാം അല്ലേ? കണ്ണാടി ഉണ്ടാവുന്നത് ഇപ്പം തൽക്കാലം വയ്ക്കേണ്ട, നമുക്ക് സ്ട്രോബെറിയുടെ ഒക്കെ ഭംഗി കാണണമല്ലോ, കളർ. ട്രാക്ടേഴ്സൊക്കെ പോകുന്നുണ്ടോ? ഫാം എന്ന് പറയുമ്പോൾ ട്രാക്ടേഴ്സൊക്കെ വേണമല്ലോ, അതല്ല അതിൻ്റെ ഒരു ലുക്ക് വരുന്നേ. അഗെയിൻ സൈൻ ബോർഡ് ഇസ് ദർ. ഇങ്ങോട്ട് തിരിയാനാണ് പറയുന്നത്, സ്ട്രോബെറീസിൻ്റെ പിക്ചർ വെച്ചിട്ട്. ഒരു വലിയ ഫാമാണെന്നല്ലോ, സോ ബിഗ്. ഇങ്ങനെയാണല്ലോ സ്ട്രോബെറീസ്, തറയിലല്ല കേട്ടോ വെച്ചേക്കുന്നേ, മേളിലാ. കണ്ടോ, സ്റ്റാൻഡിൽ ഇങ്ങനെ മേൽഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇത് കുറേ ചെറുത് മാത്രമേ ഉള്ളൂ, ബാക്കി വലുതൊക്കെ പോയി എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് നോക്കാം. ലെറ്റ്സ് സീ. ഇങ്ങനെ കുറേ റോസ് ഓഫ് സ്ട്രോബെറീസ് ഉണ്ട്, റോസ് ആൻഡ് റോസ്. താഴെയല്ല,
മണലുമായിട്ട് അല്ലെങ്കിൽ മണ്ണുമായിട്ട് യാതൊരു കണക്ഷനുമില്ല താഴെ. ഇപ്പം കുഞ്ഞ് സ്ട്രോബെറീസ് ഇതിനകത്ത് കുറച്ച് കാണുന്നു. ഇറ്റ്സ് ഓൾ സ്മോൾ വൺസ്. ഇനിയും വേറെ റോയിലൊക്കെ നോക്കാം. അവിടം വരെ പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അറിയാമല്ലോ ഏത് സ്ഥലത്താണ് കൂടുതലുള്ളത് അവിടെ നമുക്ക് പറിക്കാം. ഫാമിലൂടെ ഇങ്ങനെ ട്രാക്ടേഴ്സ് പോകുമ്പോൾ ഭയങ്കര രസമല്ലേ? അയ്യോ, ഇംഗ്ലീഷ് ഫാംസ്, അത് വ്യത്യാസം അല്ലേ? സ്ട്രോബെറീസ് കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്, കുട്ടി സ്ട്രോബെറീസ്. ബാക്കിയെല്ലാം കഴിഞ്ഞു തോന്നുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്ത് തുടങ്ങാം. ഈ ഭാഗത്തുണ്ട് 2 സൈഡിലും നല്ല കളറുള്ള നല്ല പിങ്ക് ആയിട്ടുള്ളത് നോക്കി പറിച്ചാൽ മതി. ഇതിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ഈ വരി കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ച ഏരിയ കൊള്ളാം. ആണോ ബാഡ്. ഓക്കെ, 2 വരിയായിട്ട് ഇങ്ങനെയാണ് എല്ലാ സൈഡിലും. ഇത് ഓർഗനൈസ്ഡ് ആണ് അല്ലേ? വെരി നൈസ്. ഒളിച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഉണ്ട് അകത്തോട്ട്, അവനെ പറിക്കാം. ബോക്സ് ഇങ്ങനെ വെച്ചു. നമ്മുടെ ബേബീസിന് സ്ട്രോബെറീസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം മേടിച്ചിട്ട്. നല്ലത് നോക്കിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇത് ഫുൾ എടുക്കുന്ന അത്രയും നമുക്ക് ഫ്രീ ആണ്, നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂസീവ് ആണ്. ഞാൻ നിൽക്കുന്നതിന് ചുറ്റുമുള്ള കാഴ്ച നല്ല കാറ്റ് കാറ്റത്ത് മറിഞ്ഞു. എൻ്റെ ബോക്സ് അവിടെ കൊണ്ട് വെച്ചു. നടന്ന് ബോക്സ് വെച്ച സ്ഥലം മറന്നു കേട്ടോ. പോയോ? കണ്ടുപിടിച്ചു. പ്ലക്ക് ചെയ്ത് നടക്കുകയാണ്. പിക്കിംഗ് ഫ്രൂട്ട്സ്. സ്ട്രോബെറിയുടെ ഏരിയയിലാണ്. ഒരുപാട് സമയം ഇവിടെ നിന്ന് കളയണ്ട. നമ്മുടെ ഇത് ഏതാണ്ട് നിറച്ചിട്ട് ഞാൻ മറ്റേ ബോക്സിനകത്ത് മിക്സ്ഡ് ആയിട്ട് എടുക്കാം ബാക്കി ഫ്രൂട്ട്സ് എല്ലാം. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ പരിപാടി അല്ലേ? നല്ല ജോലി അല്ലേ ഫ്രൂട്ട് പിക്കിംഗ്? സോ നൈസ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഈ ബോക്സ് ഓൾമോസ്റ്റ് നിറച്ചെടുത്തു സ്ട്രോബെറീസ്. ഇതും കൂടി ചേർത്താണ് 250 ഉള്ളൂ നമുക്ക്. എന്ത് ലാഭമല്ലേ? പക്ഷേ സ്ട്രോബെറീസിനൊക്കെ ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. പക്ഷേ നമുക്കിത് കംപ്ലീറ്റ് ഇങ്ങനെ നടന്ന് സ്ട്രോബെറീസ് മാത്രമല്ല എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. ആ എക്സ്ട്രാ ബോക്സ് നോക്കി. ആ കുട്ടികൾ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെല്ലാം ഇവിടെ വന്നു ഈ ഭാഗത്ത് നിൽക്കുകയാണ് ടീച്ചേഴ്സുമായിട്ട്. നല്ല ഒച്ചമ്പളമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫാമിലേക്ക് പോകാം. ദറ്റ് ഈസ് റാസ്ബെറി. അങ്ങനെ നോക്കാം. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, കുട്ടി പിള്ളേർ. അവർക്കിങ്ങനെ സ്റ്റഡി ടൂർ പോലെ എല്ലാം പറഞ്ഞു കൊടുത്താണ് കൊണ്ടുപോകുന്നത്. ഫാം വിസിറ്റ്. ഇത് വെതറിൻ്റെ ഒരു വ്യത്യാസം അനുസരിച്ചിട്ടാണ് സ്ട്രോബെറിയുടെ സൈസ് മാറുന്നതെന്ന് പറയുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ ഇപ്പോൾ സ്ട്രോബെറീസ് ഇങ്ങനെ ചെറുതായിട്ടാണ് നിൽക്കുന്നത്.
വലുതും ചെറുതും മിക്സ് ആണെങ്കിലും കൂടുതലും സ്മോൾ സൈസ്. ഓക്കെ, ടീച്ചർ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര രസമല്ലേ അവർക്ക്. എനിക്ക് മതിയാവുന്നില്ല, എൻ്റെ ബോക്സ് ഫില്ലായി, എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറിക്കുന്നു. ഈ ഫ്ലാഗ് ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് പിക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് അവരിങ്ങനെ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. ഇനി തിരിച്ച് നടക്കുകയാണ്. ഓ മൈ ഗോഡ്, എന്തോരമാണല്ലേ. സ്ട്രോബെറീസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്സിൽ ഒന്നാണ് സ്ട്രോബെറീസ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വന്ന് വാങ്ങിക്കുമ്പോൾ നല്ല സ്ട്രോബെറീസ് കിട്ടും. ഓക്കെ, കുട്ടികളും ടീച്ചറും ഒക്കെ ആ സൈഡിലാണ്. നമ്മൾ അവരെ കടന്ന് മുന്നോട്ട് പോകുന്നു. ഇതൊരു നല്ലൊരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര പീസ്ഫുൾ കൺട്രി സൈഡിൽ ഇങ്ങനെ നടന്ന് ഫ്രൂട്ട്സൊക്കെ പിക്ക് ചെയ്ത് ഒരു ഹാപ്പിനെസ്, നല്ലൊരു ഹാപ്പിനെസ്. ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അത്യാവശ്യം ഈ ഭാഗത്ത് ഇച്ചിരി വെയിൽ വന്നു തുടങ്ങി. കണ്ണാടി വെച്ചു. ഓക്കെ, സൺഗ്ലാസ് വെച്ചിട്ട് നടക്കാം. ഇനി വന്ന വഴിയിലൂടെ തിരിച്ച് പോയിട്ട് അപ്പോൾ നമ്മൾ റിട്ടേൺ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകണം. റാസ്ബെറീസും ബാക്കി ഫ്രൂട്ട്സൊക്കെ കാണാനായിട്ട്. ടിപ്പിക്കൽ ഒരു കൺട്രി സൈഡ് ഒരു ഫാമിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു പംകിൻസിൻ്റെ ഫീൽഡാന്ന് തോന്നുന്നു. പൂക്കളൊക്കെ കണ്ടിട്ട് എല്ലാ ടൈപ്പ് കൃഷിയുണ്ടല്ലോ. ഒരു ചെറിയ പോണ്ട്. ഓ നൈസ്. നമ്മൾ ട്രെയിനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കൺട്രി സൈഡ് കാണില്ലേ, അതുപോലെ തന്നെ ഇത്. അപ്പോൾ ഭയങ്കരമായിട്ട് തോന്നും കേട്ടോ. കൺട്രി സൈഡൊക്കെ ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചാടി ഇറങ്ങി ആ കൺട്രി സൈഡിലൂടെയൊക്കെ ഒന്ന് നടന്നാലോ, ആ ഫീൽഡ് എന്താണെന്ന് അറിയണം എന്നൊക്കെ. അപ്പം നമുക്ക് പറ്റില്ല. പക്ഷെ ഇതുപോലെയൊക്കെയാണ്. ഇതിപ്പോൾ റോഡ് കാണാം, ഒരു റെയിൽവേ ലൈനും കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. അയ്യോ, ആകാശം നല്ല ഇരുണ്ട് കയറുന്നു. ദാറ്റ് മീൻസ് മഴ വരാൻ സാധ്യതയുണ്ട്. വന്ന വഴിയിലൂടെ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കണം. ദാറ്റ് ഇസ് ദി റാസ്ബെറി ഏരിയ. കുട്ടികളുമായിട്ട് വന്നാൽ അവർക്കിങ്ങനെ സ്വിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയുഷിനെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അല്ല, അവരുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഹെർബ്സ് ആൻഡ് ലാവൻഡേഴ്സ്. ഇവിടെ ലാവൻഡർ അതിൻ്റെ എല്ലാം ചെടിയൊക്കെ വാങ്ങാൻ കിട്ടും. പല ടൈപ്പ് ഓഫ് ഹെർബ്സ്. ഓഹോ, കോസ്ലിപ്പ്. ഒത്തിരി കാരവേ സീഡ്സിൻ്റെ ചെടി. കാരവേ സീഡ്സ് ഇല്ലേ, നമ്മുടെ സാജീരകം, അതിൻ്റെ ചെടിയാണ്. സ്മോൾ ഹെർബ്സിന് ഒരു പോട്ടിന് 1.99, പിന്നെ 1.99, 2 പൗണ്ടിനകത്തേ ഉള്ളൂ. ഇത് ചൈവ്സ് വന്നിട്ട് ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് ചൈവ്സ്. സാലഡ് ഹെർബ്സ്, മല്ലിയില, കൊറിയൻഡർ ലീവ്സ്, കറി പ്ലാന്റ് എന്ന് എഴുതിയിരിക്കണം, എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. ഫെനൽ ഗ്രീൻ, ഓ പെരിഞ്ജീരകത്തിൻ്റെ പ്ലാന്റ്. ഓക്കെ, ഇത് ഹോസ് റാഡിഷിൻ്റെ ചെടിയുടെ. അങ്ങനെ എല്ലാ ഹെർബ്സിൻ്റെ ഉണ്ട് കേട്ടോ അവിടെ. സ്മോൾ ഹെർബ്സിൻ്റെ ഗോൾഡൻ മർജോറം. ഓക്കെ, ദിസ് ഈസ് മർജോറം കോമ്പാക്റ്റ്. ആപ്പിൾ മിൻറ്റിൻ്റെ തന്നെ ആപ്പിൾ മിൻ്റ് എന്ന് പറഞ്ഞൊരു ചെടിയായത്, ചെറിയ ചെടി. ഇത് ആപ്പിൾ മിൻറ്റ്. ഇതെല്ലാം തന്നെ മിൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ആപ്പിൾ ഫ്ലേവേർഡ് മിൻറ്റ് ആയിരിക്കണം. ഇത് പ്യുവർ മിൻറ്റ്. പുതിന. ദിസ് ഈസ് ദ ഗാർഡൻ മിൻറ്റ്. സാധാരണ പുതിന ഇലയില്ലേ, അതിൻ്റെ പോട്ട്. സോ നൈസ്. ലാവൻഡർ ചെടിയുടെ പോട്ട്. ലാവൻഡർ ഫ്ലേവർ അറിയാമല്ലോ അല്ലേ? അയ്യോ, എന്താ മണം അറിയാം ലാവൻഡർ. മൈ ഫേവററ്റ്. 6 ഹെർബ്, എല്ലാം 6 തരം ഹെർബ് വെച്ചിരിക്കുന്ന പോട്ടാണിത്. ഇതും 5 ഹെർബ്. പാസ്ലി ഉണ്ട്, സാലഡ് ഹെർബ്സ് ഉണ്ട്, മാർജറം ഉണ്ട്, റോസ്മേരി ഉണ്ട്. ഇതെല്ലാം കൂടി വരുന്നത് 13.99, 14 പൗണ്ട്. അതിലാണെങ്കിൽ ഗോൾഡൻ മാർജറം, പിന്നെ സാഗ ചൈവ്സ്,
തൈമ് എല്ലാം കൂടി വരുന്നൊരു കളക്ഷൻ. ഇതെൻ്റെ ചെറിയ പോട്ട് ബേ ലീഫിൻ്റെ കിച്ചണിൽ വയ്ക്കാനായിട്ട് 5 pounds. സ്പ്രിംഗ് ഓണിയൻ, ഇത് ചൈപ്സ്. ഓക്കെ, കണ്ടാലും തീരില്ല കേട്ടോ, ഭയങ്കര രസമാണ്. വൈൽഡ് ഫ്ലവേഴ്സ്. വണ്ട് പൂവിലൊരു വണ്ട് കിടന്ന് കറങ്ങുന്നു. അയ്യോ, എൻ്റെ അമ്മ എന്നെ പിടിക്കാൻ പറ്റുന്നോ. ഇതൊരു പ്ലാന്റ് നഴ്സറിയും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് ചെടികളൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഹെർബ്സ് ആൻഡ് പ്ലാന്റ്സ്. പ്ലാന്റ് ലവേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും. ഇഷ്ടം പോലെ കാര്യങ്ങളൊന്ന് വാങ്ങാൻ. ഇവിടെ ഫുള്ള് മത്തങ്ങയാന്ന് തോന്നും. ചിലപ്പോൾ അത് സ്ക്വാഷ് ആയിരിക്കും, ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ ആയിരിക്കാം. പംകിൻ പോലെ എനിക്ക് തോന്നുന്നതായിരിക്കാം, അറിയില്ല. അതെല്ലാം ഒരു ഫാമിലി തന്നെയാണ്, ബട്ടർനട്ട് സ്ക്വാഷ്. ഫ്രൂട്ട് പിക്കിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടോ. ഈ ഭാഗത്താണ് റാസ്ബെറീസും ബ്ലാക്ക് ബെറീസ് എല്ലാ ബെറീസും ഉള്ളത്, ഈ കംപ്ലീറ്റ് ഏരിയ. അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡയറക്ഷൻ അങ്ങനെ കൊടുത്തേക്കുന്നത്. എത്ര സുന്ദരമായൊരു ദിവസം അല്ലേ ഇത്. എനിക്ക് പറഞ്ഞിട്ട് മതിയാവും. നല്ല കാറ്റും, ഇങ്ങനെ തുറസായ ഒരു സ്ഥലം, നല്ലൊരു ക്ലൈമറ്റിന്. വെയിലൊന്നും അങ്ങനെ വലുതായിട്ടില്ല. സോ നൈസ്. ഐ എം എൻജോയ്. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ലേ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ, ഞാൻ കാണുമ്പോഴും. ഇവിടുത്തെ വൈൽഡ് ഫ്ലവേഴ്സിന് പോലും എന്തൊരു ഭംഗിയാണ്. എല്ലാ സൈഡിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് അവർ. അവർക്ക് ഇതൊക്കെ ഒരു രസമാണ്. നോക്കിയാൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രം ദി ഫാം നമ്മൾ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ള സന്തോഷം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൾബറി പോലെ ഇരിക്കും, പക്ഷെ ഇത് മൾബറി അല്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതാണ് ആ ഒരു ഫ്രൂട്ട്. ടേബറി എന്നാണ് അതിൻ്റെ പേര്, ടേബറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈസ് എ കൾട്ടിവേറ്റഡ് ഷ്രബ് ഇൻ ദ ഒരു ഷ്രബ് പോലെ ഇങ്ങനെ പടർന്ന് വരുന്ന ഇങ്ങനെ കണ്ടല്ലോ, കണ്ട മൾബറി പോലെ ഇരിക്കും. പക്ഷേ ഇതൊരു ക്രോസ് ബിറ്റ്വീൻ ബ്ലാക്ക്ബെറി ആൻഡ് റെഡ് റാസ്ബെറി എന്നാണ് പറയുന്നത്. സ്കോട്ട്ലൻഡിലെ റിവർ തേയുടെ പേരിൽ TAY തേയുടെ പേരിലാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ സ്വീറ്ററാണ്, റാസ്ബെറിയെക്കാട്ടിലും സ്വീറ്ററാണെന്നാണ് പറയുന്നത്. ബ്ലാക്ക്ബെറിക്ക് ഭയങ്കര പുളിയാണല്ലോ, പക്ഷേ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഡാർക്കായ കളർ നോക്കി എടുക്കണം, മറ്റതിന് പുളി ഉണ്ടാവും. ബ്ലാക്കിഷായിട്ട് വരുന്നതാണ് നല്ലത്. ഇത് അങ്ങനെ അധികം ആരും പിക്ക് ചെയ്ത് പോയിട്ടില്ല കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്, ടേബറി. TAYBERRY. ഞാൻ ഇതൊരു പക്ഷേ ഇവിടെ വന്ന് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ മൾബറി ആയിട്ട് തെറ്റിദ്ധരിക്കുന്ന അങ്ങനത്തെ ഒരു ഷേപ്പാണ്. പക്ഷെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ വലുതാണ്. ഇനി ടേബറി പറിച്ചു കൊടുക്കാം. പക്ഷെ ഡാർക്ക് കളർ വേണം കേട്ടോ. ഇതൊന്നും ആയിട്ടില്ല, ഇതിന് പഴുക്കണം, കുറച്ചുകൂടി ഡാർക്ക് ആകണം. ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ള് തന്നെ നോക്കി പറിച്ച് പോകണം. അത് ഈ സൈഡിൽ കുറച്ചുകൂടി കളർ ഡാർക്കായിട്ടുള്ളതുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ബോക്സ് വെച്ചിരിക്കുന്ന സ്ഥലം നോക്കി, സെക്കൻഡ് ബോക്സ്. അത് നമുക്ക് മിക്സ്ഡ് ഫ്രൂട്ട്സ് എടുക്കാം. ബ്ലാക്ക്ബെറി അപ്പുറത്തെ സൈഡിലുണ്ട്. ബ്ലാക്ക്ബെറി ഇച്ചിരി പുളിയാട്ടോ സാധാരണ ഗതിയിൽ. ഇതിൽ ഒരുപാട് കളറ് കറക്റ്റ് പഴുത്തത് ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ മുള്ളുണ്ട് കേട്ടോ. അയ്യോ രമേ, ചെറിയ മുള്ളുണ്ടേ. പണി കിട്ടും അത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിലേ. ഫ്രൂട്ട് മാത്രമായിട്ട് പിടിച്ചാൽ അത് ഒരുപാട് റൈപ്പാണെങ്കിൽ നമുക്ക് കയ്യിൽ അത് ഇളകിപ്പോവും, ഭയങ്കര സോഗിയാകും. എങ്ങനെയുണ്ട്? നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. ഇത്ര എടുത്തു. ഇനി നമുക്ക് ബാക്കി ഫ്രൂട്ട്സും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാം. പല ഫ്രൂട്ട്സും എടുക്കണമല്ലോ. സോ ദിസ് ഈസ് ഫ്രം ദി ടേബറി സെക്ഷൻ. ഓക്കെ, തൊട്ടപ്പുറത്ത് ബ്ലാക്ക്ബെറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ. ഇത് ഫുള്ള് ഇത് തന്നെയാണെന്ന് തോന്നുന്നു, കംപ്ലീറ്റായിട്ട്.
മധുരവും ചെറിയൊരു പുളി. ഡിഫറെൻറ്റ്, നൈസ്. ഇത് റെഡ് കറൻസും ആയി വരണതേ ഉള്ളൂ. പഴുത്ത് തുടങ്ങണു. അങ്ങനെ അയ്യോ എന്ത് ഭംഗിയായിരിക്കണം, മുത്ത് പോലെ. സോ ബ്യൂട്ടിഫുൾ. പക്ഷെ പുളിയാട്ടോ റെഡ് കറൻസും ഒക്കെ. കാണാനുള്ള ഭംഗിയാണ്, പക്ഷെ പുളിയുള്ള ടൈപ്പാണ് ഇതെല്ലാം. നല്ല മുന്തിരിങ്ങ എല്ലാം ഇങ്ങനെ കായ്ച്ചു കിടക്കില്ലേ, അതുപോലെ. വാവ്, കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ തിളകുന്നൊരു സീനാട്ടോ. ഈ ഫീൽഡ് കംപ്ലീറ്റ് അതാണ് ഈ ഭാഗത്ത്. റൈപ്പായിട്ടില്ലെങ്കിൽ നമുക്കൊരു സാമ്പിളായിട്ടേ കുറച്ച് പറിക്കാമല്ലേ. നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ കളക്ഷനിലേക്ക് കിട്ടാം. ഓക്കെ, ഉണ്ട്. നല്ല എന്താ പറയുക, മാലയിലൊക്കെ മുത്ത് കാണില്ലേ, അതുപോലെയാണ് ഇരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ. ബോക്സ് ബാഗിനകത്തായി ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഇത് മുഴുവൻ ടേബറീസ് വരിയായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ നടക്കാം. ഇതിനകത്ത് കയറിയാലും കാര്യമില്ല, ഇതെല്ലാം അത് തന്നെയാണ്, സെയിം ഫ്രൂട്ടാണ്. സോ വിൽ ഗോ ഫോർവേഡ്. അങ്ങോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെയുണ്ട്. റെഡ് കറൻസും ബ്ലാക്ക്ബെറീസ്. അയ്യോ, ബ്ലാക്ക്ബെറി ഭയങ്കര പുളിയാട്ടോ. ബ്ലാക്ക്ബെറിയുടെ ഏരിയയിലേക്കാണ് ഇപ്പം കയറാൻ പോകുന്നത്. ജനറലി ബ്ലാക്ക്ബെറി ഭയങ്കര പുളിയാണ്, പഴുത്തിട്ടില്ല. ഇതാണ് ബ്ലാക്ക്ബെറീസിൻ്റെ ചെടികൾ, പക്ഷെ പഴുത്തിട്ടില്ല. ബ്ലാക്ക്ബെറി. ഇനി നടന്ന് പോകുമ്പോൾ എന്തോരം സ്ഥലം അറിയോ, ഇങ്ങനെ കിടക്കാണ്. ഇല്ല, അത് ബ്ലാക്ക് കറൻസ് എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെടി പോലെയാണ്, ആണോ? ഇതൊക്കെ ഭയങ്കര പുളിയാട്ടോ. ആം ഐ റെഡി ടു പിക്ക്? യെസ്. അപ്പോൾ ഇത് പഴുത്ത് നിൽക്കുന്നു എന്നർത്ഥം. യെസ്, പിക്ക് ചെയ്യാൻ റെഡിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ പിക്ക് ചെയ്യുന്നുണ്ട്. നന്നൊരു പുളിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ ഉള്ളത് നോക്കാം. ഈ നിറച്ച് കഴിച്ച് കിടക്കുന്ന ഭാഗത്തേക്ക് പോകും. ദിസ് ഇസ് ഓൾ ബ്ലാക്ക്ബെറീസ്. ഇത് നിറച്ചുണ്ട് ഈ ചെടിയിൽ. ഓ മൈ ഗോഡ്, സോ മച്ച്. അയ്യോ, ഇതാരും പറിക്കാതെ വെച്ചിരിക്കുകയാണോ? നമുക്കായിട്ട് വെച്ചിരുന്ന പോലെ ഉണ്ടല്ലോ, നിറച്ചുണ്ടേ. അപ്പോൾ ബ്ലാക്ക് കറൻസിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഒരു വൈറ്റ് കളറായിരിക്കും, പിന്നെ അത് ഒരു റെഡിഷ് ആവും, നമ്മുടെ ഗ്രേപ്സിൻ്റെ കളർ മാറുന്ന പോലെ. എന്നിട്ട് നല്ല റൈപ്പാകുമ്പോഴാണത് ബ്ലാക്ക് കളറിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പല സ്റ്റേജസും നമുക്കിവിടെ കാണാം. ഉഫ്, എന്ത് നല്ല ക്ലൈമറ്റായിരുന്നു ഇവിടെ, രക്ഷയില്ലല്ലോ ഈശ്വര. സി, എല്ലാ കളറും കാണാമല്ലോ, അതിൻ്റെ പല സ്റ്റേജസും. യു ക്യാൻ സീ ദ. അയ്യോ, ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ വിൻഡിൽ ഇങ്ങനെ പാറി പറക്കുന്ന കാണുമ്പോഴേ. ഇതാണ് ആകാശം. ഇതുവരെ മഴയൊന്നും വന്നില്ല കേട്ടോ, രക്ഷപ്പെട്ടു. പക്ഷെ എൻ്റെ കയ്യിൽ കുടയുണ്ട്, എനിക്ക് പേടിയില്ല അത് കാരണം. ബ്ലാക്ക് കറൻസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, ബ്ലാക്ക് കറൻസ്. അപ്പം ഞാൻ ഒരെണ്ണം പറിച്ചിട്ട് ഓക്കെ, ഐ ടേസ്റ്റ്. ചെറിയ പുളിയുള്ളൂ. എത്ര വേണമെങ്കിലും പറിക്കാം, നിറച്ച് കായ്ച്ച് കിടക്കുകയാണ്. ഇച്ചിരി പഴുത്താൻ തോന്നുന്നു. ഡിഫറെൻറ്റ്. അപ്പോൾ ചെറുതായിട്ട് മഴ
ചെറുതായിട്ട് ചില ഡ്രോപ്സ് വന്നു തുടങ്ങി. അപ്പം മാക്സിമം കാര്യങ്ങൾ കണ്ടല്ലോ. റാസ്ബെറി മാത്രം കാണാനുണ്ട്. സ്ട്രോബെറി കണ്ടു, ബ്ലാക്ക്ബെറി കണ്ടു, ടീബെറി കണ്ടു, ബ്ലാക്ക് കറണ്ട് കണ്ടു, റെഡ് കറണ്ട് കണ്ടു. അതിൽ ബ്ലാക്ക്ബെറീസ് റൈപ്പ് ആയിട്ടില്ലായിരുന്നു, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഇനി എനിക്ക് റാസ്ബെറി മാത്രമേ ഉള്ളൂ. പക്ഷെ മഴ നനയണോ? വേണ്ടല്ലേ. ഇവിടുത്തെ കഫേയുടെ ഭാഗത്തേക്ക് പോയാലോ? വന്ന വഴിയിലൂടെ ടീബെറിയുടെ അടുത്ത് കൂടി പോകാം. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയാൽ തിരിച്ചെത്തി. ചോദിക്കട്ടെ റാസ്ബെറി എവിടെ ഉണ്ടെന്ന് പുള്ളിക്കാരിയോട് തന്നെ ചോദിക്കാം. ആയിക്കോട്ടെ. Tractor? That side, okay. So follow it round, you'll turn right. Right. It's signposted. Okay. And you're R9 to R12. അപ്പോൾ ഇനി ഇങ്ങനെ നടന്ന് ആ ഭാഗത്തേക്ക് പോകാനാണ് പറഞ്ഞത്. റാസ്ബെറീസ് തപ്പി നമ്മുടെ കപ്പിൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ അവരെ ഫോളോ ചെയ്താൽ മതി. ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ നോക്കിയേ. Did you know the strawberry plant belongs to the rose family? റോസാപ്പൂവിൻ്റെ ഫാമിലി ആണെന്നാണ് പറയുന്നത്. ആണോ? അത് ശരി. ന്യൂ ഇൻഫർമേഷൻ. It has been proven that being outdoors can improve your mental health. Oh, absolutely true. എന്ത് രസമല്ലേ. ഇതൊക്കെ റാസ്ബെറിയുടെ ചെടികളാണ്. പക്ഷെ ഇതൊന്നും ആയിട്ടില്ല. ആയ ഭാഗത്തേക്കാണ് പോകേണ്ടത് തോന്നുന്നു. നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ കേട്ടോ. റാസ്ബെറീസ് ടു കെനിയൻ ഹോൾ ഫാം. അതാണ് ഈ സ്ഥലം. ഈ ഫാമിൻ്റെ പേര് കെനിയോൺ, KENYON ഹോൾ ഫാം. അവിടെ ഉണ്ട് കേട്ടോ റൈപ്പ്. R10 റോ 10ലാണ് പഴുത്ത റാസ്ബെറീസ്. അവർ പറിക്കുന്നുണ്ട് നമ്മുടെ കപ്പിൾ ഫ്രണ്ട്സ്. ആ കപ്പിളാണ് എനിക്ക് കമ്പനി ഇപ്പോൾ. അവരും ഞാൻ ഏതാണ്ട് ഒരേ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. This is the color we have to Paler, yeah. Raspberry. ഇത് റൈപ്പായതാണ്, പുള്ളിക്കാരി പറിച്ചതാണ്. They're a bit hard to pick. I try and pick them with the stalk on because... Okay. Otherwise it gets spoiled fast. But we're making jam anyway. Okay. So You're making jam? Oh. well, we're hoping to. Yeah. Really big. Really big and good. We've got some in our garden, but the tiny. Oh, tiny ones. Okay. This is big. There's lots on here. They don't look very much of a plant, but they're full of whatever it is. I'll leave it. അതിൻ്റെ ആ തണ്ടോട് കൂടി പറിക്കണമെന്നാണ് പറയുന്നത്. കഴിയുന്നിടത്തോളം. പുള്ളിക്കാരി പറഞ്ഞത് നല്ലതാണ്. ജാം ഉണ്ടാക്കാൻ വേണ്ടി പറിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഞാനല്ല പറഞ്ഞു തീരുമ്പോൾ മിക്കവാറും റൈപ്പൊക്കെ തീരുത്തത്തോടെ. ഇത് കുറച്ചേ ഉള്ളൂ ഇവിടെ, ഒരുപാടില്ല. ഇത് കുറച്ച് റാസ്ബെറി കൂടിയായി. ഓക്കെ, എല്ലാം പറക്കി ഇടുക നമ്മുടെ വലിയ ബോക്സിൽ. ഓക്കെ, അങ്ങനെ റാസ്ബെറീസ് മുഴുവൻ അവർ പറിച്ച് തീർത്തു. കുറച്ചേ കിട്ടിയുള്ളൂ. റൈപ്പെല്ലാം പോയി കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവരാണ് ആദ്യം എത്തിയത്. അവർ ശരിക്കും വളരെ സീരിയസ് ആയിട്ട് പറിക്കാൻ വന്നതാണ് കേട്ടോ. അല്ല, ഞാനിപ്പോൾ ഒരു ഫണ്ടിന് വന്നതാണ്. അവരങ്ങനെയല്ല, അവർക്ക് ജാം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫാമിൽ നിന്ന് പറിച്ചിട്ട് പോയി ഉണ്ടാക്കാനാണ് പ്ലാൻ. ഇതുണ്ട് കേട്ടോ. മോശമില്ല, ഇത് നല്ല എൻ്റെ നെറ്റോടു കൂടിയാണ്. ഇതിലെന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു. വേണ്ട, ഫ്രഷ് റാസ്ബെറീസ്, ഫ്രഷ്. കുറച്ച് കൂടുതൽ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ചൈനീസ് പീപ്പിളാണെന്ന് തോന്നുന്നു. അതൊന്നും പ്ലക്കിംഗ് ഏരിയ അല്ല, പക്ഷേ എല്ലാം സ്ട്രോബെറീസൊക്കെ നട്ട് വെച്ചിരിക്കുകയാണ്. അവരുടെ ആ നഴ്സറി ഏരിയ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് അവരത് ഓപ്പണായിട്ട് വെക്കുന്നത്. അത് കറക്റ്റായിട്ട് അതിനെ വളർത്തി റെഡിയാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പോവാം. റാസ്ബെറി പ്ലക്കിംഗ് അല്ലെങ്കിൽ റാസ്ബെറി പിക്കിങ് കഴിഞ്ഞു. ഓക്കെ, അറ്റം വരെ നടന്നാൽ ഇത് തന്നെയാണ്. ദിസ് ഇസ് ദ സീൻ. ഓക്കെ, നല്ലതെല്ലാം ആൾക്കാർ പറിച്ച് കൊണ്ടുപോകും. ബാക്കിയുള്ളത് ചെടിയിൽ തന്നെ ഉണ്ടാവും. അപ്പം ഏകദേശം എല്ലാ ഫ്രൂട്ട്സും കണ്ടു, പറിക്കാനുള്ളതൊക്കെ പറിച്ചു. ഇനി നമ്മൾ വന്ന വഴിയിലൂടെ ആ ഓഫീസിൻ്റെ നമ്മളൊരു ലേഡീനെ കണ്ടില്ലേ സംസാരിച്ച്, ആ ഭാഗത്തേക്ക് പോകാം. എൻ്റെ സ്ട്രോബെറീസിൻ്റെ ബോക്സ് ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ജനറലി ഇവിടുത്തെ ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഒരു ഹലോ ഒക്കെ പറഞ്ഞിട്ട് തന്നെ എല്ലാവരും പോകുന്നത്.
ഗുഡ് ഡേ എന്നൊക്കെ പറയും, ഹാവ് എ നൈസ് ഡേ പറയും. അവിടെ പോയിട്ട് ആ വൈറ്റ് കാണുന്നില്ലേ, അവിടെയാണ് ആ കുട്ടി നിൽക്കുന്നത്. അവിടെ പോയിട്ട് ഇത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതും കൊടുക്കണം. എന്നിട്ട് ആ കഫേയിലൊന്ന് കയറാം. അങ്ങനെ ഒരു ഹാപ്പി ഡേ ആണെന്ന് എനിക്ക്. നല്ല സന്തോഷം, നല്ല ഫ്രഷ് എയർ, രക്ഷയില്ല. വേറൊരു മൂഡ്, ഫാം വിസിറ്റ്, ഇങ്ങനെ കൺട്രി സൈഡ്, സോ നൈസ്. എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഊബർ പിടിച്ച് തിരിച്ചു. ഇതിനടുത്തൊരു വില്ലേജ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ആ വില്ലേജും കൂടി കാണാനായിട്ട് സമയമില്ല. തിരിച്ച് വീട്ടിൽ പോയിട്ട് ലഞ്ച് ഉണ്ടാക്കണം. വേറെ ദിവസം വരാം വില്ലേജിലേക്ക്. That's fine. വെയിറ്റ് നോക്കി കാറിലാക്കി. Yeah, it's just 236. 236 ഉള്ളി. ഓക്കെ 236 ഉള്ളി കവറിലാക്കി തന്നു കേട്ടോ. ഇനി നമുക്ക് വന്ന പോലെ തിരിച്ചു പോകാം. എന്നിട്ട് ആ കഫേയുടെ ഭാഗത്ത്, അപ്പം കയറി വന്ന സ്ഥലത്തായിരുന്നു കഫേ. നമ്മൾ ആദ്യം എടുത്ത ബോക്സില്ലേ, അതിനകത്തുണ്ടായിരുന്നൊക്കെ ഇൻക്ലൂസീവാണ്. 2.5 പൗണ്ട് കൊടുത്തില്ലേ നമ്മൾ ഈ എൻട്രിക്ക് വേണ്ടി, അതിനകത്ത് വരും. ഇഷ്ടമുള്ള അത്ര അതിനകത്ത് നമുക്ക് പിക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ബോക്സിൽ നിറച്ചതെല്ലാം കൂടി ഒരു 2.5 പൗണ്ടേ ആയിട്ടുള്ളൂ. വെയിറ്റൊക്കെ നോക്കിയിട്ടേ വെരി ലിറ്റിൽ. ഭയങ്കര ലാഭം. കഫേയുടെ അവിടെ എത്താറായി. ഓക്കെ, എല്ലായിടത്തും എത്താ. നീയാ പോയി, ഒരുപാട് ദൂരെയൊന്നും അല്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ ആൾക്കാരെല്ലാം. ഓക്കെ. കുട്ടികളെല്ലാം ഫുഡ് കഴിക്കുന്നു. വന്ന കുട്ടികൾ. ഫ്രഷ് കോഫി സെർവ്ഡ് ഹിയർ. അത് സെയിൽ നടക്കുന്ന ഏരിയയാണ്. അവിടെയും സാധനങ്ങൾ വാങ്ങാം. ഇത് കഫേയുടെ ഭാഗം. സാൻഡ്വിച്ചസ് കുടിക്കാനുള്ളതായിരുന്നു. മഫിൻസ്, പേസ്ട്രീസ് ഒക്കെ. Hot roast chicken, stuffing and gravy. Okay. It comes with crisp and coleslaw. Order number. എനിക്കൊരു നമ്പർ കിട്ടിയല്ലോ, അപ്പോൾ അതിന് വിളിക്കും. അതുവരെ വെയിറ്റ് ചെയ്യണം. ഈ നമ്പറാണ് എൻ്റെ ഓർഡർ നമ്പർ. അത് ആകുമ്പോൾ വിളിക്കും. ഓക്കെ, അപ്പോൾ പോയി എടുത്താൽ മതി. റോസ് ലെമൺ ചെയ്ത് ഇച്ചിരി തണുപ്പ് പോട്ടെ, എന്നിട്ട് കഴിക്കാം. തണുപ്പുള്ള സാധനങ്ങളല്ലേ. പിന്നെ കോഫി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹോട്ട് കിട്ടുള്ളൂ. അത് ഞാൻ കുടിക്കാറുമില്ലല്ലോ. എൻ്റെ ഓർഡർ എത്തി. കോൾസ്ലോ, റൈസ്. താങ്ക് യു. ഓക്കെ, നമ്മൾ പോകണ്ട കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടുതരുമായിരുന്നു. ഓക്കെ, ആ നമ്പർ എന്നിട്ട് ആ 35 എന്നുള്ള നമ്പർ എടുത്തിട്ട് പോവുകയും ചെയ്തു. ഓക്കെ, ഇത് കഴിച്ചാൽ മതി. നൈസ്, കണ്ടിട്ട് വേണം. റോസ്റ്റ് ചിക്കനാണ്, വിത്ത് ഗ്രേവി ആണ് സ്റ്റഫിങ്. ഒറിജിനൽ റോസ് സിറപ്പ് ഫ്ലേവർ, റോസിൻ്റെ എക്സ്ട്രാക്ട് വെച്ച് ഫ്ലേവർ ചെയ്ത് ലെമണേഡാണെന്നാണ് പറഞ്ഞത്. നല്ല റോസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കഫേയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നു കേട്ടോ. ഇവിടെ എല്ലാ ചെടികളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്ന. ഓക്കെ, നമ്മൾ വന്ന് ആ ഭാഗത്ത് തന്നെ എത്തി. കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വേണമെങ്കിലും വാങ്ങിച്ചിട്ട് പോകാം. സംതിങ് റിലേറ്റഡ് ടു കോസ്റ്റേഴ്സ്, മാറ്റ്സ്, പ്ലേസ് മാറ്റ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സ്ട്രോബെറിയുടെ ഷേപ്പിൽ നെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്. ഓക്കെ, കീ ചെയിൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ട്രഡീഷണൽ സ്വീറ്റ്സ് 1.99 per bag. Jelly babies. Oh,
ഈ ഫാമിൽ നിന്നുള്ള സ്ട്രോബെറീസൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രോബെറി ജാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എന്താണ് ഗ്രേപ്പ് ഫ്രൂട്ട് മാർമലേഡ്. നൈസ്. സ്ട്രോബെറി ജാം ആണെങ്കിൽ ഒരെണ്ണം വാങ്ങിയിട്ട് പോകാല്ലേ. ചെറിയ പൈസയേ ഉള്ളൂ, 2.29. ഓക്കെ, സ്പൈസ്ഡ് പെയർ ചട്നി, ബീട്രൂട്ട് ആൻഡ് ലെമൺ ചട്നി, ഗ്രീൻ ടൊമാറ്റോ ചട്നി, ഇങ്ങനെ കുറേ ചട്നീസ്, ആപ്രിക്കോട്ട് ചട്നി, കുറേ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ബ്ലാക്ക്ബെറി ആൻഡ് റം ജാം, റമ്മും കൂടി ചേർത്ത് വരുന്ന ജാമാണ്. അയ്യോ, ബ്ലാക്ക് കറന്റ് റം ജാം, ഇതെല്ലാം അങ്ങനെ. ഫ്രൂട്ട്സ് ആൻഡ് റം മിക്സ്ഡ് ജാംസ്, പല ടൈപ്പ് ഓഫ് വിനീഗേഴ്സ്. ഇതിങ്ങനെ നമുക്ക് ബോട്ടിലിൽ ഫില്ല് ചെയ്ത് തന്ന് അങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. ക്രാൻബെറി ബാൽസാമിക് വിനീഗർ, ഫിഗ് ആൻഡ് ഡേറ്റ് ബാൽസാമിക് ക്രീം വിനീഗർ, ഒലിവ് ഓയിൽ വിത്ത് ലെമൺ ഫ്ലേവേർഡ് ഒലിവ് ഓയിൽസ്, ബാൽസാമിക് വിനീഗർ ഓർഗാനിക്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. അത് ഫ്രഷായിട്ട് പറിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. സ്ട്രോബെറീസും ബ്ലാക്ക് കറൻസ്. ഞാനൊരു ജാം മാത്രം വാങ്ങിയുള്ളൂ. ഓക്കെ, പേ ചെയ്തിട്ട് പോകാം. ഫൈനലി പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാലേ, നെറ്റ് അങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണില്ല. ഇവിടെ ഇച്ചിരി റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഊബർ ബുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, എത്തി, കാറ് എത്തി. രക്ഷപ്പെട്ടു. അങ്ങനെ ഫാമിൽ നിന്നും പിക്ക് ചെയ്ത് എല്ലാ ഫ്രൂട്ട്സുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ ആ കിച്ചൺ പോർഷനിൽ നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ പറിച്ചിട്ട് വന്ന ഫ്രൂട്ട്സാണ് കേട്ടോ. നല്ല ഫ്രഷ് ഫ്രം ദി ഫാം. അതിൻ്റെ കളർഫുള്ളായിട്ടിരിക്കുന്നില്ലേ, എന്ത് രസമല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് വൃത്തിയാക്കണം. പിന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നതെന്ന് വെച്ചാൽ, വെറുതെ ഫ്രൂട്ട്സായിട്ട് കഴിക്കണ്ട, ഇതിനൊരു ഡെസേർട്ടാക്കി മാറ്റാമെന്ന്. അപ്പോൾ എന്തായാലും ഒരു ഡെസേർട്ട് ഉണ്ടാക്കി ഇപ്പോഴേ അങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ സംഭവം ഓക്കെ അല്ലേ. അപ്പോൾ അതിനി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയതേ ആവശ്യത്തിന് കട്ട് ചെയ്ത്. ചില ഫ്രൂട്ട്സ്, ഇപ്പോൾ റാസ്ബെറി ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ട്രോബെറി മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് സ്ട്രോബെറി ലെയർ പുഡിങ്ങാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട്, ഞാൻ ചെറിയ ബൗളാണ് ഉപയോഗിക്കുന്നത്, 2 പ്രാവശ്യമായിട്ടൊന്ന് പ്യൂറി ചെയ്ത് എടുത്തിട്ട് വരാം, അരച്ചെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത ഫ്രൂട്ട്സിൻ്റെ കൂടെ കുറച്ച് പൗഡർഡ് ഷുഗറും കൂടി ചേർത്തിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നു. ഫസ്റ്റ് ലോട്ട് പ്യൂറിഡായി കഴിഞ്ഞു. ഇനി ബാക്കിയിരിക്കുന്നതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം കംപ്ലീറ്റ്, എന്താ കളർ നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള ഈ ബെറീസിൻ്റെ സ്ട്രോബെറിയുടെയും പ്യൂറി ഈസ് റെഡി. പക്ഷേ ഇതിപ്പോൾ സ്ട്രോബെറി മാത്രമല്ല, എല്ലാ ടൈപ്പ് ഓഫ് ബെറീസും ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് പുളി കയറി നിൽക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി വേണ്ടി വരും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ യോജിപ്പിക്കുകയാണ് ഇതിനകത്തേക്ക്. 1 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ വീണ്ടും ചേർക്കുന്നു. അപ്പോൾ ഇപ്പോൾ ടോട്ടലായിട്ട് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടി ചേർത്താലും അധികമായിരിക്കില്ല. പക്ഷേ മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇതിന് ഇച്ചിരി പുളിയും കൂടി, ഒരു സിട്രസ് ടേസ്റ്റും കൂടി നിൽക്കുന്നത് നല്ലതാണ് ഈ പുഡിങ്ങിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട്. അത് ഞാൻ ഇനി അടുത്ത ലെയർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് കുറച്ച് സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുളിയും കൂടി ഉള്ളതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പ് ഐസ് വാട്ടറിൽ 1 ടേബിൾ സ്പൂൺ ജെലറ്റിനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുതിരട്ടെ, 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിത് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് ചൂടാക്കും. അപ്പോൾ അത് മെൽറ്റായി കിട്ടും. ഇനി മൈക്രോവേവ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തിളച്ച വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഉരുക്കിയെടുത്താലും മതി. ഇത് നോക്കിയ സ്പോഞ്ച് ഫിംഗേഴ്സ്, ഇത് പാക്കറ്റ്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ടിറാമിസു ഒക്കെ ഉണ്ടാക്കാനാണ് സ്പോഞ്ച് ഫിംഗേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു പുഡിങ്ങിൽ പക്ഷേ ഞാനിപ്പോൾ സ്പോഞ്ച് ഫിംഗേഴ്സാണ് ഒരു ലെയറിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാനൊന്ന് കവർ തുറന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്പോഞ്ച് ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ക്രിസ്പി ആയിരിക്കും, ഒരു ടെക്സ്ചർ ക്രിസ്പിയാണ്. അതേസമയം ഇത് നല്ല ചൂട് പാലിലോ
അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കോഫിയിലോ ഒക്കെ മുക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതേ 1 കപ്പ് പാല്, ചൂട് പാലാണ്, റെഡിയാണ്. സ്പോഞ്ച് ഫിംഗേഴ്സ് അതിൽ ഡിപ്പ് ചെയ്ത് പുഡിംഗ് ഡിഷിലിങ്ങനെ നിരത്താം. പുഡിംഗ് ഡിഷ് നോക്കി കഴിഞ്ഞാൽ ക്ലിംഗ് ഫിലിം കൊണ്ടിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുക. എന്താ അറിയോ, ഇത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇങ്ങനെ പൊക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോരോ സ്പോഞ്ച് ഫിംഗേഴ്സായിട്ട് പാലിൽ മുക്കി ഇങ്ങനെ നിരത്തി കൊടുക്കാം. ആ ഡിഷിൻ്റെ ഒരു ലെയറായിട്ട് കംപ്ലീറ്റ് നിരത്തുന്നു. ഇത് കുതിരുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം നിരത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ലെയറാണ്. അത് ആ സ്ട്രോബെറി ആൻഡ് ഫ്രൂട്ട്സ് ബെറീസിൻ്റെയൊക്കെ പ്യൂറിയാണ്. അതിനകത്തേക്ക് മെൽറ്റഡ് ജെലാറ്റിൻ റെഡിയാണ്. ഞാനിപ്പോൾ മൈക്രോവേവിലാണ് അത് മെൽറ്റ് ചെയ്തെടുത്തത്. അതും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് എല്ലാ ഭാഗത്തേക്കും ജെലറ്റിൻ മിക്സായി കിട്ടണം. ഫ്രൂട്ട്സിൻ്റെ ഈ ഒരു സോസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, ഈ ഒരു സ്പോഞ്ച് ഫിംഗേഴ്സിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ അതിങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കും. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് കൊണ്ടുവയ്ക്കണം. കാരണം ഇതിൽ ജെലറ്റിൻ ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ സമയം എന്താ ചെയ്യാൻ പോണത്, അടുത്ത ലെയറിൻ്റെ പരിപാടി ചെയ്യാം. ഒരു 200 ഗ്രാം ക്രീം ചീസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബ്രാൻഡാണ് ഇവിടെ സാധാരണയായിട്ട് വാങ്ങണത്. എന്നോട് കുറേ പേര് പറഞ്ഞു, ചേച്ചി വാങ്ങണ ബ്രാൻഡ് ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. UK താമസിക്കുന്ന ആൾക്കാർക്ക് അത് ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബ്രാൻഡ്. അതൊരു ബൗളിലേക്ക് മാറ്റുന്നു. ഇതിപ്പോൾ 200 ഗ്രാംസ് ഉണ്ട്. അതൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ചുകൂടി വേണമെങ്കിൽ വീണ്ടും ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ഫ്ലഫി ആയിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്മൂത്തായാൽ മതി. 1 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ഇനി കുറച്ചുകൂടി വലിയൊരു ബൗൾ എടുക്കുന്നു. അതിനകത്തൊരു 300 ml ഡബിൾ ക്രീം. ഇത് വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ടാണ് ഡബിൾ ക്രീം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഡബിൾ ക്രീം തന്നെയാണ്. അത് ഈ ബ്രാൻഡാണ്. ഇത് നോക്കിക്കോളൂ. ഇത് കേക്കിനെല്ലാം ഞാൻ ഫ്രോസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് പീക്സ് വന്നു തുടങ്ങും. അതുവരെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പഞ്ചസാര ചേർക്കാൻ പോവാണ്. ഇതിപ്പോൾ തിക്കായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നു. കാരണം ക്രീം ഷുഗർ ഇല്ല. നമ്മുടെ നാട്ടിലെ ക്രീമാണെങ്കിൽ വിപ്പിംഗ് ക്രീമിലൊക്കെ മധുരം ഉണ്ടാവും. ഇത് മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്താലേ പറ്റുള്ളൂ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നോക്കിയേ, സോഫ്റ്റ് പീക്ക് സ്റ്റേജ് ആയിക്കഴിഞ്ഞു. ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ അത് നമുക്കിങ്ങനെ പൊക്കി നോക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ കുറച്ചൊരു പീക്ക് പോലെ വരും. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ, നല്ല തിക്കായിട്ട്. ഇതിനകത്തേക്ക് ക്രീം ചീസിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർക്കുന്നു. അപ്പോൾ ഇനി ഇത് വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. അതായത് ആ ക്രീം ചീസും വിപ്ഡ് ക്രീമും എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാനാണ്. 1 മിനിറ്റ് മതി, ധാരാളം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ബേസ് അവിടെ റെഡിയാണല്ലോ, ഫസ്റ്റ് ലെയർ, അതെടുത്തിട്ട് വരാം. ഫ്രിഡ്ജിനകത്തുനിന്ന് കൊണ്ടുവച്ചു. നോക്കിയേ, ആ സ്ട്രോബെറി പ്യൂറിയുടെ ആ ഒരു സോസി ലെയറൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ക്രീം മിക്സ്ചർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ, ക്രീം ചീസും എല്ലാം കൂടി ചേർത്തിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്യാം. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതും കൂടി വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇതിപ്പോൾ നന്നായിട്ട് ലെവലായിരിക്കുമല്ലേ. ഇനി അതിൻ്റെ മുകളിലായിട്ടൊരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറും കൂടി കൊടുക്കണം. അതിനായിട്ട് ഒരു 150 ഗ്രാംസ് ഓഫ് മിൽക്ക് ചോക്ലേറ്റ് റെഡി. അതിനെ ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നു. ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഒരു 50 ഗ്രാം വെണ്ണയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്, അതായത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊണ്ടിരുന്നാൽ മെൽറ്റാകും.
അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ ഒരു 50 സെക്കൻഡ്സ് ധാരാളം മതി. ഞാനിപ്പോൾ മൈക്രോവേവിലാണിത് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ ഇപ്പോൾ ഡബിൾ ബോയിലിംഗ് ആണെങ്കിലും മൈക്രോവേവിലാണെങ്കിലും നമ്മളത് വയ്ക്കുന്നതിന് മുന്നേ ഒരു 3 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ക്രീമോ ഫ്രഷ് ക്രീമോ ചേർത്തിട്ട് വേണം മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒരു 50 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ടുള്ളൊരു എന്താ പറയുക, ചോക്ലേറ്റ് സോസ് എന്നോ ഗനാഷ് എന്നോ ഒക്കെ പറയാം, ആ ഒരു സ്റ്റൈലിൽ കിട്ടും. ഇത് നോക്കി, ചോക്ലേറ്റിൻ്റെ ഗനാഷ് റെഡിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ചീസ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മെൽറ്റഡ് ചോക്ലേറ്റ് തന്നെയാണിത്. അപ്പോൾ അതിനെ പോറിങ് കൺസിസ്റ്റൻസി വേണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്രീം അല്ലെങ്കിൽ പാല് 3 ടേബിൾ സ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വെണ്ണ ഗ്ലേസിങ് കിട്ടാനാണ് അതും കൂടി ചേർത്തത്. എല്ലാ ഭാഗത്തേക്കും ആക്കി കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്നിങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യാനായിട്ടാണ്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരും. ഇനി ഇത് നേരെ ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും ചില്ലറിലാണെങ്കിൽ. ഒരു പെട്ടെന്നുള്ള സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫ്രീസറിൽ വയ്ക്കുന്നു. നിങ്ങളെ എനിക്ക് കാണിച്ചു തരുമോ? ചെയ്യാമല്ലോ. ഇത് നോക്കൂ, റെഡി. ഒരു 1 hour വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റായി വരും. പക്ഷേ ഇതിപ്പോൾ 1 hour പോലും ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഞാൻ എടുത്തിട്ട് വന്നു. എന്തായാലും ഡീമോൾഡ് ചെയ്ത ആ ട്രേയിൽ നിന്നും പുഡിംഗ് ഡിഷിൽ നിന്നും ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുവാണ് ഈ ക്ലിങ് ഫിലിമിൻ്റെ സഹായത്തോടെ. അതിൻ്റെ മുകളിലായിരുന്നല്ലോ, അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ നിന്നും പൊക്കിയപ്പോൾ എടുക്കാൻ എളുപ്പമായിരുന്നു. ഇനി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് സ്ക്വയർ പീസസ് ആയിട്ട് എടുക്കാം. പിന്നെ ക്ലിങ് ഫിലിം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അത് അതിൻ്റെ അടിയിൽ നിന്ന് മാറ്റുകയും ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ നീറ്റ് കട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡ്സ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്ക്വയർസ് ആയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടില്ല. അതിന് മുന്നേ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സെറ്റായിട്ട് സൈഡ്സ് 4 സൈഡും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല സ്ക്വയർസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ടൊരു ലെയേർഡായിട്ട് തന്നെ കാണാനും പറ്റും. താഴത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, 3rd ലെയർ ആൻഡ് ദ 4th ലെയർ. കട്ട് ചെയ്ത ഇങ്ങനെ വരും. ഓക്കെ, ഇത് എൻഡ് പീസാണ്, അത് കാരണം അതിനെ വെറുതെ വിടാം. നമുക്കെന്തായാലും ഈ എൻഡ് കംപ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് അകത്തുനിന്ന് എടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഫിനിഷിൽ ഒരു പീസ് എടുക്കാൻ പറ്റും. പുഡിംഗ് ഈസ് റെഡി. ലെയേഴ്സ് കാണാമല്ലോ. ഓക്കെ, നോക്കോളൂ, ദിസ് ഈസ് അവർ പുഡിംഗ്. അപ്പോൾ മുകളിൽ താഴെ ഒരു സ്പോഞ്ച് ഫിംഗേഴ്സിൻ്റെ ഒരു ലെയറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി, പിന്നെ അത് കഴിഞ്ഞ് ക്രീം ചീസ്, ക്രീമെല്ലാം കൂടി ആൻഡ് ചോക്ലേറ്റ്. ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇറ്റ്സ് എ നൈസ് ബ്യൂട്ടിഫുൾ ഡിസേർട്ട്. അപ്പോൾ നമ്മുടെ ബെറീസൊന്നും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഇതേ നോക്കിയേ, പുഡിങ് നന്നായിരിക്കുന്നില്ലേ? വെരി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതിലിപ്പോൾ ഇച്ചിരി പുളി ഉണ്ടാവും. കാര്യം നമ്മൾ ഇതിലും കൂടുതൽ പഞ്ചസാര ചേർക്കണം. കാരണം എന്താ അറിയോ, സ്ട്രോബെറി മാത്രമല്ല, നമ്മൾ എല്ലാ ബെറീസും ചേർത്തല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. കഴിക്കുന്നത് അതേ നോക്കിക്കോളൂ. നല്ല യെസ്, ആ സ്പോഞ്ച് ഫിംഗേഴ്സും ക്രീമും മിക്സ് ചെയ്തിട്ട് ആഹാ, ഒന്നൊരു ലെയർ ബട്ടൺ. അടിപൊളി ഡിസേർട്ട്. ഇത് ചോക്ലേറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ കറക്റ്റായിട്ട്, അയ്യോ നിർത്താനേ തോന്നില്ല. ആ ക്രീം പാർട്ടിൻ്റെ മധുരത്തിൻ്റെ കൂടെ ഈ ഫ്രൂട്ട് പാർട്ടിൻ്റെ ചെറിയൊരു സിട്രസ് ടേസ്റ്റും കൂടെ വരുമ്പോൾ അതിനോടൊപ്പം ചോക്ലേറ്റും സ്ട്രോബെറിയും നല്ല കോമ്പിനേഷനാണല്ലോ.
ആ സ്പോഞ്ചി ആയിട്ടുള്ള സ്പോഞ്ച് ഫിംഗേഴ്സിൻ്റെ ടെക്സ്ചറും എല്ലാം കൂടി വരുമ്പോൾ ഓക്കെ അടിപൊളിയാവും. ഞാൻ കഴിച്ചിട്ട് നിർത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. കുറച്ച് ലെങ്തിയാണ്, കാരണം അവിടെ എല്ലാം പോയി അതെല്ലാം എടുത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വന്നപ്പോൾ കുറച്ച് ലെങ്തി ആയിപ്പോയി. സോറി ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇപ്പം സ്ട്രോബെറീസൊക്കെ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സിലും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അടിപൊളി. യമ്മി യമ്മി ഡെസേർട്ട്. മാംഗോയിൽ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു so much. Thank you for watching and keep on watching Lakshmi Nair Vlogs. Love you all.